എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പച്ചക്കറി കൃഷിക്കും ഒപ്പം തന്നെ പ്ലാവിൻ്റെ തൈ, മാവിൻ്റെ തൈ, റംബുട്ടാൻ ചെറിയ തൈകൾക്കും ഫലപ്രദമായ ഒരു വളം, അതായത് ജൈവവളം, ജൈവ സ്ലറി. അപ്പോൾ ഇതെങ്ങനെ ഫലപ്രദമായി നമുക്ക് ഉണ്ടാക്കാം, തയ്യാറാക്കി ചെടികളുടെ വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ജൈവ സ്ലറി ഉണ്ടാക്കാൻ നമുക്ക് ഒന്നാമത് വേണ്ടത് 50 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബാരലാണ്. ബാരൽ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇത്തരം ഒരു ബാരൽ, അടപ്പോട് കൂടിയ ബാരൽ എടുക്കുക. എയർ നല്ല ടൈറ്റായി നിൽക്കാൻ കണക്കുള്ള കൊതുകോ ഈച്ചയോ ഒന്നും മുട്ടയിടാൻ പറ്റാത്ത വിധത്തിൽ നല്ല അടച്ചുറപ്പുള്ള ഒരു ബാരൽ എടുക്കുക. ഇനി എന്തൊക്കെയാണ് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. സ്ലറി ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പച്ചിലകളാണ്. ഇത്തരം പുല്ലുകൾ, ഇത് ഇങ്ങനെ പടർന്നു പോകുന്ന വള്ളി പുല്ലുകളാണ്. അപ്പോൾ ഇത്തരം നമ്മുടെ പറമ്പിലുള്ള എല്ലാ പുല്ലും പറിച്ച് നമുക്ക് സ്ലറിയിൽ ചേർക്കാം. പിന്നെ ഈ പുല്ലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ 16ഓളം മൂലകങ്ങൾ ഈ പച്ചിലകളിലുണ്ട്. ഒരു ചെടിക്ക് വളരുവാനുള്ള 16ഓളം മൂലകങ്ങൾ ഈ ചെടിക്കുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ രാസവളങ്ങളിലുള്ള എല്ലാ കണ്ടൻറ്റുകളും, അതായത് യൂറിയ, കാൽഷ്യം, പൊട്ടാഷ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ഇരുമ്പ്, അങ്ങനെ 16ഓളം മൂലകങ്ങൾ. ഇത് നമുക്കറിയാം, ബോറോൺ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ വളരെ കുറവാണ്. പക്ഷേ ഈ ചെടികളിലൊക്കെ തന്നെ ബോറോണ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ട് ചെടികളുടെ ഇലകൾ പെട്ടെന്ന് പഴുത്തു പോകും, പിന്നെ മുരടിക്കും, നമ്മുടെ തെങ്ങിൻ്റെ തേങ്ങയൊക്കെ ഒരുമാതിരി ചൊറി പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ബോറോൺ ഉൾപ്പെടെയുള്ള എല്ലാ മൂലകങ്ങളും ഈ പുല്ലുകൾക്കുള്ളിൽ ഉണ്ട്. രണ്ടാമതായി നമുക്ക് വേണ്ടത് പച്ച ചാണകമാണ്. ഈ 50 ലിറ്ററിൻ്റെ തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു 5 കിലോ പച്ച ചാണകം ആണ് എടുത്തിട്ടുള്ളത്. ഇതിലും നമുക്കറിയാം യൂറിയയുടെ കണ്ടൻറ്റ് ധാരാളമുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഇതെല്ലാം ധാരാളം ഈ ചാണകത്തിൽ ഉണ്ട്. പച്ച ചാണകമാണ് എടുത്തിട്ടുള്ളത്. സ്ലറി ഉണ്ടാക്കുമ്പോൾ പച്ച ചാണകം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉണക്ക ചാണകം ഉപയോഗിക്കാം, യാതൊരു കുഴപ്പമില്ല. അടുത്തതായി എടുത്തിട്ടുള്ളത് ഉഴുന്നാണ്. ഉഴുന്നിൻ്റെ പരിപ്പ് 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. അതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കണ്ടൻറ്റുകൾ, ചെടിക്ക് ആവശ്യമായ കണ്ടൻറ്റുകൾ ഉള്ള ഒന്നാണ് ഉഴുന്ന്. അടുത്തതായി നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ്. ഇവിടെ 2 കിലോ കടലപ്പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ധാരാളം പ്രോട്ടീനുകളും മാംസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചെടികൾക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്ന് വരും. അതായി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഇവിടെ ഇതിൽ ചേർക്കാൻ 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നല്ല ചോപ്പ് ചെയ്ത് പൊടിച്ച് വച്ചിട്ടുണ്ട്. ഈ ശർക്കര 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ചേരുമ്പോൾ നമുക്കൊരു ജൈവ കീടനാശിനിയായിട്ട് ഇത് പ്രവർത്തിക്കും, ശർക്കര. അപ്പോൾ ഇതടിച്ച കീടങ്ങളൊന്നും ഇത് ചേരുമ്പോൾ കീടങ്ങളൊന്നും തന്നെ നമ്മുടെ ചെടികളെ വലുതായിട്ട് ആക്രമിക്കത്തില്ല. അടുത്തതായി വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഇവിടെ 1 ബക്കറ്റ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ചാണകമാണ്.
ശർക്കര തട്ടി കൊടുക്കും. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർക്കേണ്ടതെല്ലാം ചേർത്തിട്ടുണ്ട്. അവസാനം പുല്ലിട്ട് ഇനി നമുക്ക് ഇത് നിറച്ചല്ല ഒരു 1/4 ഭാഗത്തോളം വെള്ളം നിറച്ച് കൊടുക്കാം. ഇനി ഫുള്ള് നിറയ്ക്കാൻ പാടില്ല, കാരണം ഇതിൽ നിന്ന് എയറിൻ്റെ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഇത് മുകളിലോട്ട് പൊങ്ങി വരും. അതുകൊണ്ട് ഒരു 1/4 ഭാഗത്തോളം ഇത് അഴുകുന്നത് വരെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം നമുക്ക് മതിയാവും. പിന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ കുറേ ചേർക്കാനുണ്ട്. അത് പഴങ്ങളാണ്. അതായത് നമ്മുടെ വാഴപ്പഴം, ആപ്പിള്, അഴുകിയ ആപ്പിള്, നമ്മൾ കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് ഫ്രൂട്ട്സുകൾ, അത് പേരയ്ക്കയിലൊക്കെ നമുക്കറിയാം ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ളതാണ്. കാൽഷ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് പേരയ്ക്ക. അപ്പോൾ ആ പേരയ്ക്ക നമുക്ക് ചേർക്കാം, ആപ്പിൾ ചേർക്കാം, മുന്തിരി അഴുകിയത് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എല്ലാ ഫ്രൂട്ട്സുകളും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികളൊക്കെ തന്നെ വളർന്നു വരും. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ചെടികൾ ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താം. ഒരു അല്പ നിമിഷം പരിചയപ്പെടുത്താം. ഇതാ ഇങ്ങോട്ട്. ഇത് ഒരു 6 അടി അകലത്തിലാണ് ഈ പയർ നട്ടിരിക്കുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കൃഷിയാണ്. അപ്പോൾ ഇതിന് രാസവളങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് മീറ്റർ പയറാണ്, കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇലയുടെ കറുപ്പ് കണ്ടോ, നല്ല കറുപ്പാണ്. രാസവളങ്ങളൊന്നും തന്നെ ഇതിന് ചേർത്തിട്ടില്ല. പിന്നെ ചുവട്ടിൽ ഒരു 3 പയർ വിത്തുകളാണ് നട്ടിട്ടുള്ളത്. ആദ്യം നമ്മൾ മണ്ണിൻ്റെ പുറത്ത് ഒരു വാഴയുടെ കുഴിയുടെ ഒരു 1/4 ഭാഗം വരണം. അങ്ങനെയുള്ള ഒരു തടം തയ്യാറാക്കി അത് ഒരു 1/2 അടി താഴ്ത്തിയിട്ട് അതിൽ ഞാൻ ചാണകമല്ല ഇട്ടിട്ടുള്ളത്, കോഴിയുടെ കാഷ്ടമാണ്. കോഴിയുടെ കാഷ്ടം എന്ന് പറയുന്നത് ചാണകത്തിൻ്റെ ഒരു 3 ഇരട്ടി ഗുണങ്ങളുള്ളതാണ് കോഴിക്കാഷ്ടം. അപ്പോൾ അത് ഒരു 1 കിലോയ്ക്ക് അകത്ത് ഈ തടത്തിൽ ചേർത്തിട്ടുണ്ട്. അതിന് മുന്നേ 1 സ്പൂണ് കുമ്മായം, അതായത് ഇതിൻ്റെ മണ്ണിൻ്റെ അസിഡിറ്റി മാറ്റാൻ വേണ്ടി 1 സ്പൂണ് കുമ്മായം ഇതിൻ്റെ ചുവട്ടിൽ ചേർത്ത് കൊടുത്ത് നിർവീര്യമാക്കി ഇതിന് ശേഷമാണ്, അതായത് ഒരു 10 ദിവസം കിടക്കുമ്പോൾ മണ്ണിൻ്റെ അസിഡിറ്റി പൂർണ്ണമായിട്ട് മാറും. മണ്ണിൽ നമ്മളെടുക്കുന്ന തടത്തിൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ ഇതേപോലുള്ള ഒരു കായ്ഫലവും കാണില്ല. നമുക്കറിയാം, ഒരു രാസവളവും ചേർക്കാതെ. ഇത് ഇതിൻ്റെ കട്ടിയുണ്ടോ, നമ്മൾ ഞെക്കിയ പോലും ഞെങ്ങത്തില്ല. അത്രയ്ക്ക് നല്ല ഉൾക്കാമ്പുള്ള ഫലങ്ങളാണ് നമുക്ക് ഈ ജൈവ സ്ലറിയിലൂടെയും ജൈവ വളത്തിലൂടെയും കിട്ടുന്നത്. പിന്നെ ഇതിൽ മുന്നേ ഒന്നും ബാധിച്ചിട്ടില്ല. അത് ഞാൻ ഫിഷ് അമിനോ ആസിഡ് 1 പ്രാവശ്യം അടിച്ചാൽ മതിയാവും. പിന്നെ ആ പ്രദേശത്ത് ഒരു പ്രാണികളും വരത്തില്ല. ഫിഷ് അമിനോ ആസിഡ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ കായ്ച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൽ രാസവളമൊന്നുമില്ല. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് പിന്നാലെ ഇടുന്നതായിരിക്കും. അതായത് വേനൽക്കാല കൃഷിയുടെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പയർ കൃഷി ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ തുടർന്ന് ഇടുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോകളെല്ലാം കാണുക. നമുക്ക് വലിയ ഒരു ചിലവും ഇല്ലാതെയാണ് ഇവിടെ, ഒരു ചിലവുമില്ല. ഈ സ്ലറിയാണ് ഒഴിക്കുന്നത്, ഒപ്പം കോഴിവളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയ ചിലവുള്ളതല്ല, നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും ഉള്ളതല്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർ മരുന്നടിക്കും. ആ മരുന്നടിച്ചാൽ പക്ഷികൾ പോലും ചത്തുപോകും.
ഫുള്ള് വിഷമാണ് നമ്മുടെ നാട്ടിലേക്ക് ലോറികളിൽ എത്തിച്ചേരുന്നത്, മരണമാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം കൃഷി ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ചുവട് പയർ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ് നടുന്നത്. പിന്നെ കൂടുതലുണ്ടെങ്കിൽ കൊടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്ലറി പരീക്ഷിക്കുക. അപ്പോൾ സ്ലറിയിലോട്ട് തന്നെ വരാം. ഇപ്പോൾ വെള്ളം ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഒരു 3-ാം ദിവസം നല്ല അടപ്പിട്ട് അടച്ചു വയ്ക്കണം. 3-ാം ദിവസം ആകുമ്പോൾ ഇത് നന്നായിട്ട് അഴുകും. 3-ാം ദിവസം ആകുമ്പോൾ ഭംഗിയായിട്ട് അഴുകും. അതുമുതൽ ഒരു 2-3 ദിവസം ഇടവിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചാണകം എന്തെങ്കിലും ഉടയാനുണ്ടെങ്കിൽ അതിനെ ഒരു കമ്പ് കൊണ്ട് കുത്തി ഉടച്ച് കൊടുക്കണം. എങ്ങനെയാണ് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് കൂടെ ഞാൻ വിവരിച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ സ്ലറി ഒരു 10-15 ദിവസം ആകുമ്പോൾ നല്ല സ്ലറി ആവും. ഒരു 3 ദിവസങ്ങൾ ഇടവിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ നിന്ന് ഇത് 15 ദിവസം ആകുമ്പോൾ ഇതിൽ നിന്ന് 1 കപ്പ് എടുത്തിട്ട് 10 ഇരട്ടി വെള്ളം ചേർക്കുക. ഒരു ബക്കറ്റിലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഒരു 2 കപ്പ് ഒഴിക്കാം. 2 കപ്പ് ഒഴിച്ചതിന് ശേഷം അതിൽ നിറച്ച് ആ ബക്കറ്റ് നിറച്ച് വെള്ളം പിടിച്ചിട്ട് ഓരോ കപ്പ് ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 7 ദിവസത്തിൽ 1 പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു വരും. ചെടികളെല്ലാം തന്നെ വളർന്നു വരും, നന്നായിട്ട് കായ്ക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കുമ്മായം അതിന് അസിഡിറ്റി മാറ്റാൻ വേണ്ടി ചേർത്ത് കൊടുക്കണം. പിന്നെ എല്ലുപൊടി ലേശം നമ്മൾ തടം തുറക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കണം. ഒപ്പം ലേശം വേപ്പും പിണ്ണാക്കും ചെടിയുടെ ചുവട്ടിൽ ആദ്യം തന്നെ മണ്ണൊരുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. ഒരു 2 സ്പൂണോ 3 സ്പൂണോ വേപ്പും പിണ്ണാക്കും കൂടെ ചെടികളുടെ മണ്ണൊരുക്കുമ്പോൾ ഇട്ട് കൊടുക്കണം. ഇത്രയേ നമ്മൾ ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ സ്ലറി ഉണ്ടാക്കുക. ജോലിക്ക് ആൾക്കാരൊന്നും വേണ്ട, നമുക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ആഴ്ചയിൽ 1 ദിവസം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കൃഷി ചെയ്യുക. നല്ല കരുത്തുറ്റ ചെടികളാണ്. നിങ്ങൾക്കിത് കണ്ടാലറിയാം, കരുത്തുറ്റ ചെടികളാണ്. കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഭയങ്കര ഗ്രോത്താണ്. ഇത് കഴിക്കുന്നവരുടെ ആരോഗ്യം എന്ത് പറയാൻ, നല്ല കിടിലമായിട്ട് വരും. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുക, ചെയ്യുക. അപ്പം എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം.